ഹായ് ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് വെഡ്നെസ്ഡേ ലെവൽസ് ആണ്. ഇന്ന് തന്നെയാണ് വെഡ്നെസ്ഡേ. സോ ഇന്നലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കുമായിരുന്നു. പിന്നെ ലൈക്സ് കുറവല്ലേ, ആളുകൾ ലൈക്സ് തരുന്നില്ല, പിന്നെ എങ്ങനെ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറേ പേരുടെ അടുത്തും ചോദിച്ചു, വീണ്ടും മെസ്സേജ് അയച്ചായിരുന്നു, സാർ ലെവൽസ് വേണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഈ ലൈവ് മാർക്കറ്റ് തുടങ്ങിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഞാൻ എന്തായാലും ഇപ്പോൾ അനലൈസിസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പോൾ ആൻഡ് ഫ്ലാഗിൻ്റെ ഈ ഫ്ലാഗാണ് നമ്മുടെ ഞാൻ ലാസ്റ്റ് 2-3 വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഗാണിത്. സോ ഫ്ലാഗിൻ്റെ ഇന്നലെ ലോവർ പോർഷൻ ഇവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ബിയറിഷ് സൈൻ ആണ്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 1 hour ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെയാണ് ഇവർ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് കേട്ടോ. സോ ഈ ഒരു ലെവൽ 24,080 ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ നമ്മൾ ബിയറിഷ് ആവുള്ളൂ. സോ ഇതൊരു റെഡ് ആക്കി വെച്ചേക്കാം കേട്ടോ, സോറി ഗ്രീൻ ആക്കി വെക്കാം, കാരണം ഇത് സപ്പോർട്ട് സോണാണ്. ഓക്കെ, ലെവൽ സപ്പോർട്ട് സോൺ. ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ നമ്മൾ സഡൻ ബിയറിഷ്നെസ് വരുള്ളൂ, അല്ലെങ്കിൽ ഇത് ബിയർ ട്രാപ്പ് ആവാം. ഓക്കെ, ബിയർ ട്രാപ്പ് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത് റീടെസ്റ്റ് ചെയ്യാൻ മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദെൻ ഇവിടെ പുട്ടുവാണെങ്കിൽ ഇതിൽ നല്ല ഫോൺ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലെവൽ നമ്മുടെ പിന്നെ വരുന്നത്, ഇത് ബ്രേക്ക് ആയാൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഡെയിലി ടൈം ഫ്രെയിമിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, എൻ്റെ റെഗുലർ വ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹെഡ് ആൻഡ് ഷോൾഡറുടെ സപ്പോർട്ട്സാണ് 23,800. ഹെഡ് ആൻഡ് ഷോൾഡർ നമ്മൾ 1 day ടൈം ഫ്രെയിമിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലോവർ പോയിൻ്റ് ആണ്, നെക്ക് ലൈനാണ് 23,800. റെഗുലർ വ്യൂക്ക് നന്നായിട്ട് അറിയാം ഇത് ലോവർ ലൈനാണ്. സോ ഇവിടുന്ന് തീർച്ചയായിട്ടും ഒരു ബൈങ് വീണ്ടും വരും. സോ ഒരു ഇൻട്രഡേയിൽ ഇവിടെ കിട്ടിയ ഇവിടുന്ന് ബൈങ് വരും, ഒരു ബൗൺസ് വരും. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം മോർ ഫോൾ. ഓവറോൾ സ്ട്രക്ചർ നമ്മുടെ ബിയറിഷ് ആണ്, ഞാൻ റെഗുലർലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ ബിയറിഷ്. സോ ബിയറിഷ് തന്നെ ആവണം, അതാവണ്ട. സലോൺ റൈസ് ആണെങ്കിൽ പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സപ്പോസ് ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇന്ന് ബ്രേക്ക് ചെയ്യാതെ മുകളിൽ ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് 24,330 ആൻഡ് ദ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് ഓവറോൾ 24,335. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓവറോൾ ഫുൾ ആൻഡ് ഫൈനൽ 25,4,600. അതിൻ്റെ അബവ് കുറച്ചുകൂടി പോകാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇന്നെന്തായാലും പോവില്ല. ഇൻട്രഡേയിൽ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം. ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ കിടക്കുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഫിൽ ചെയ്യാതെ ഐ തിങ്ക് മാർക്കറ്റ് ഇത്ര ഈസിലി പൊട്ടത്തില്ല. അത് ഓവറോൾ ട്രാപ്പ് ചെയ്യുമല്ലോ. സ്ട്രക്ചർ ബിയറിഷാണ്, ബട്ട് ഓവർ ട്രാപ്പ് ചെയ്യാതെ താഴേക്ക് കൊണ്ടുപോവില്ല. ഇപ്പോൾ ഇത് പോളിയൻ ഫ്ലാഗിൻ്റെ ബിയറിഷ്നെസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബ്രേക്കായി. അപ്പോൾ നമ്മളെ പോലത്തെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? റീറ്റെയിലേഴ്സ് ഇവിടെ തന്നെ ഇത് ട്രാപ്പായി എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഷോർട്ട് അടിക്കാൻ നോക്കും. ബട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ബൈങ് വരും ഇവിടെ. ആ ബൈങ് വീണ്ടും, ദാറ്റ് മീൻസ് ഓവറോൾ നമ്മുടെ ഇത് ഓർഡർ ബ്ലോക്കിന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന മറ്റവരാണ്, നമ്മുടെ ബിഗീസാണ്, മോസ്റ്റ്ലി FIs ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ അവരുടെ ബൈങ് സോണാണ് ഇത്. സോ അവർ ഇവിടുന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവരും. ദെൻ ഇവിടുന്ന് ഒരു പിൻബാറോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാറോ റിവേഴ്സൽ ക്യാൻഡിൽ എന്തെങ്കിലും കാണിച്ചിട്ട് വീണ്ടും പോക്കും. അങ്ങനെയാണ് അവരുടെ ഒരു ബ്രേക്ക് കാണിച്ചിട്ട് വീണ്ടും പോക്കും. അങ്ങനെയാണ് അവരുടെ യൂഷ്വലി ട്രാപ്പ്. ആ ട്രാപ്പാണ് ഞാൻ കൂടുതലായിട്ട് പ്ലേ ചെയ്യാറ്, കാരണം അത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി അവർ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ബൈങ് വരുവാണെങ്കിൽ അത് നല്ലൊരു ഫ്രഷ് ബൈങ് വരും. ദാറ്റ് മീൻസ് റീറ്റെയിലേഴ്സ് ഇവിടുന്ന് ഓടാൻ തുടങ്ങും, പിന്നെ അവരുടെ ഫണ്ട് ഫ്ലോ കൂടുതലായിരിക്കും അവിടെ നിന്ന്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ട്രാപ്പ് ട്രേഡിംഗ് ആണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ആ ട്രേഡിംഗ് ആണ് ബെസ്റ്റ് ട്രേഡിംഗ്. കാരണം അവിടെ നിന്ന് മുകളിലേക്ക് ഫോഴ്സ്ഫുള്ളി മുകളിലേക്ക് പോകും. നമ്മുടെ ഡയറക്ഷനിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ മുകളിലേക്ക് ഫോഴ്സ്ഫുള്ളി പോകുമായിരിക്കും. ഓക്കെ, സോ മോസ്റ്റ്ലി മാർക്കറ്റിൽ അതാണ് ഇൻട്രഡേ ചെയ്യുന്ന ആളുകൾ, ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ അതാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. സോ ഇത്ര ലെവൽസേ ഉള്ളൂ ഇന്നത്തേക്ക്. വലിയ കാര്യമായിട്ടൊന്നും വേറെ ലെവൽസ് ഒന്നും ഇല്ല. ഈ ഒരു ചെറിയ ലെവലാണ് 24,960. അതുകൂടി ഞാൻ മാർക്ക് ചെയ്ത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ബൗൺസ് വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ
ഇത്ര ലെവൽസ് എന്തായാലും എല്ലാവരും കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. പിന്നെ വീഡിയോസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ അത്രയ്ക്ക് ലഘുവായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറയാറുണ്ട്. പോൾ ആൻഡ് ഫ്ലാഗ് വേറെ ആരും പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഇവിടുന്ന് പോൾ ആൻഡ് ഫ്ലാഗ് ഫുൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പോളായിരുന്നു, അതിൻ്റെ ഫ്ലാഗാണ്. ഈ ഫ്ലാഗിലായി കൺസോളിഡേഷൻ കുറച്ച് ദിവസം ഇങ്ങനെ നടക്കും. ഞാൻ അതും ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു നമ്മളുടെ അടുത്ത്. ലാസ്റ്റിൻ്റെ 2-3 വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ വരെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ബൗൺസ് വരുന്നുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഫോൾ വരുള്ളൂ. ബട്ട് ആ ഫോൾ എവിടെ നിന്ന് വരും അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓവറോൾ നമുക്ക് നേരത്തെ ആ പൊസിഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻട്രാഡേ പ്ലേ ചെയ്യാം, അതാണ് ബെസ്റ്റ്. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.